വണ്ടിപ്പെരിയാർ മഞ്ചുമല വില്ലേജ് മുതൽ ഗവൺമെന്റ് യു.പി. സ്കൂൾ വരെയുള്ള റോഡിന്റെ പണികൾ പൂർത്തീകരിച്ചു. നിരന്തരമായ സ്കൂൾ അധികൃതരുടെ ആവശ്യങ്ങൾക്ക് ഒടുവിൽ പീരുമേട് എം.എൽ.എ. ആയിരുന്ന വാഴൂർ സോമൻ 45 ലക്ഷം രൂപയാണ് ഇതിനായി അനുവദിച്ചിരുന്നത്. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് The mantra of well-being. ആയുർവേദ ചികിത്സ രംഗത്തും ഔഷധ നിർമ്മാണ രംഗത്തും 8 തലമുറകളുടെ പാരമ്പര്യവും വിശ്വസ്തതയും. വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ എല്ലാവിധ ആയുർവേദ പഞ്ചകർമ്മ ചികിത്സകളും സൗന്ദര്യവർദ്ധക ട്രീറ്റ്മെന്റുകളും. സ്വസ്ഥ ആയുർവേദ റിട്രീറ്റ്, ചെമ്പക്കുളം ആയുർവേദ ഹോസ്പിറ്റൽ, തേക്കടി, കുമിളി. സ്കൂളിൽ നടന്ന ഒരു യോഗത്തിൽ അന്ന് കളക്ടറായിരുന്ന വി വിഘ്നേശ്വരി IAS സാന്നിധ്യത്തിൽ ആണ് പീരുമേട് MLA ആയിരുന്ന വാഴൂർ സോമൻ റോഡ് നന്നാക്കുവാൻ ഫണ്ട് അനുവദിച്ചത്. ഇതോടെ വർഷങ്ങളായുള്ള കുട്ടികളുടെയും അധ്യാപകരുടെയും ഇതുവഴി മഞ്ചുമല മത്തായിമൊട്ട താമസക്കാരായ ആയിരക്കണക്കിന് തോട്ടം തൊഴിലാളികളുടെയും യാത്രാ ക്ലേശമാണ് പരിഹാരമായത്. ഇതിനു മുൻപ് മെയ് മാസം ആരംഭിച്ച നിർമ്മാണ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത MLA വളരെ അടിയന്തരമായി റോഡ് പണി പൂർത്തീകരിക്കുവാനും അത് വേഗത്തിൽ കുട്ടികൾക്ക് തുറന്നു കൊടുക്കുവാനും ആവശ്യപ്പെട്ടിരുന്നു. റോഡ് ഉദ്ഘാടനം ചെയ്യുവാൻ താൻ കുട്ടികളോടൊപ്പം ഉണ്ടാകുമെന്ന് പറഞ്ഞതും എന്നാൽ ഉദ്ഘാടന ചടങ്ങിൽ MLA ഇല്ലാതെ പോയത് തീരാ സങ്കടമാണെന്ന് ഹെഡ്മാസ്റ്റർ രേഖപ്പെടുത്തി. അദ്ദേഹത്തിന് നന്ദി പറയേണ്ടത് നമ്മുടെ ഒരു കടമയാണ്. ഹെഡ് മാസ്റ്റർ എന്ന നിലയ്ക്ക് സ്കൂളിൻ്റെ PTA അംഗങ്ങൾ, PTA പ്രസിഡന്റ്, അധ്യാപകർ, കുട്ടികൾ എല്ലാവരുടെയും പേരിൽ അദ്ദേഹം തീർച്ചയായിട്ടും ഇത് കേൾക്കുന്നുണ്ടാകും. നന്ദി രേഖപ്പെടുത്തുകയാണ്. ഒപ്പം ഇതിനുവേണ്ടി നമ്മുടെ കൂടെ സജീവമായി നിന്നത് കഴിഞ്ഞ ദിവസം രാവിലെയാണ് മഞ്ചുമല വില്ലേജ് പടിക്കൽ കുട്ടികൾക്ക് റോഡ് ഉപയോഗിക്കാൻ തുറന്ന് നൽകിയത്. പീരുമേട് AO M രമേശ്, MLA PA ആയിരുന്ന M ഗണേശൻ, PTA പ്രസിഡന്റ് ഷാജി, വൈസ് പ്രസിഡന്റ് ഭരത്, അധ്യാപകർ, നാട്ടുകാർ, കുട്ടികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. MLAക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്തിരുന്നു. തടസ്സമില്ലാതെ വാഹനങ്ങൾക്കും അതോടൊപ്പം തന്നെ ഇതുവഴി പോകുന്ന കാൽനട യാത്രക്കാർക്കും സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കും അധ്യാപകർക്കും സ്കൂളിലെത്താൻ ഇനി മുതൽ കഴിയുകയും ചെയ്യും. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.